ലാറ ചെറുതായിരിക്കുന്ന സമയത്ത് അവളുടെ അച്ഛൻ അവളോട് പറഞ്ഞു കൊടുത്തിട്ടുള്ള എല്ലാ ഗ്രഹങ്ങളും കൂടി നേർരേഖയിൽ വരുന്ന ആ ഒരു പ്രതിഭാസത്തെ പറ്റിയിട്ടുള്ള കഥകളൊക്കെ അവളിങ്ങനെ സ്വപ്നത്തിലൂടെ കാണാണ്. പക്ഷെ എന്താണെന്ന് അറിയില്ല, ലാറ ഇപ്പൊ വളരെയധികം ഡിസ്റ്റർബ്ഡ് ആവുന്നുണ്ട്. എന്തോ ഒരു ശബ്ദം കേട്ടിട്ട് അവൾ ഉറക്കത്തിന് ചാടി എണീക്കുകയാണ്. തൊട്ടടുത്ത് വെച്ചിട്ടുള്ള ഒരു കത്തി എടുത്തിട്ട് അവൾ വീശുന്നൊക്കെ ഉണ്ട്. പക്ഷെ അവിടെ ആരും കാണുന്നുണ്ടായിരുന്നില്ല. അവളുടെ ആ ഒരു വീടിന്റെ ഏതോ ഒരു ഭാഗത്തു നിന്നായിട്ട് ഒരു ക്ലോക്കിന്റെ ഭയങ്കരമായിട്ടുള്ള ടിക് ടിക് സൗണ്ട് അവളിങ്ങനെ കേൾക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. രാത്രിയുടെ ഈ ഒരു നിശബ്ദതയിൽ എവിടുന്നാണ് ഈ ഒരു ശബ്ദം വരുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ ഒരു വീട് മുഴുവൻ തിരയാണ്. ഈ ഒരു ശബ്ദത്തിനെ ഫോളോ ചെയ്ത് പോയ സമയത്ത് അവളുടെ വീട്ടിലുണ്ടായിരുന്ന ഒരു സീക്രട്ട് റൂം അവൾ കണ്ടുപിടിക്കുകയാണ്. ഈ ഒരു സീക്രട്ട് റൂമിന്റെ ഉള്ളിൽ കയറി നോക്കുന്ന സമയത്ത് അവിടെ ഒരു പെട്ടി ഇങ്ങനെ തിളങ്ങുന്നതായിട്ട് അവൾ കണ്ടു. ഇപ്പോ ഈ ഒരു പെട്ടി എടുത്തിട്ട് അത് പൊളിച്ചു നോക്കുന്ന സമയത്ത് അതിന്റെ ഉള്ളില് ഒരു പഴയ ക്ലോക്ക് ഉണ്ടായിരുന്നു. ഇതിൽ നിന്നാണ് ഈ ഒരു സൗണ്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. കാര്യം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ ഒരു ക്ലോക്കുമായിട്ട് അവൾ നേരെ ചെന്നത് പുറത്തൊരു ചെറിയ ക്യാബിനിൽ കിടന്നുറങ്ങുന്ന നമ്മുടെ ബ്രേസിന്റെ അടുത്തേക്കാണ്. എന്നിട്ട് ഇവന്റെ അടുത്ത് പറയുന്നുണ്ട്, എടാ ഈ വീട്ടില് ഒരുപാട് റൂമുകളുണ്ട്, നീ എന്തിനാ ഈ പുറത്ത് വന്ന് കിടക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പൊ അവൻ പറയാണ്, ഇതാണ് എന്റെ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള പ്ലേസ്. ഈ ഒരു വലിയ വീട്ടിലൊന്നും കിടന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു കംഫർട്ട് എനിക്ക് കിട്ടില്ലെന്നേ, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കിടക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ബ്രേസ് അവളോട് പറയുന്നുണ്ട്. എന്നിട്ട് ആ ഒരു ബോക്സ് എടുത്ത് വെച്ചിട്ട് അവനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു ക്യാമറ ഈ ഒരു പഴയ ക്ലോക്കിന്റെ ഉള്ളിലേക്ക് അവനിങ്ങനെ ഇട്ട് നോക്കുന്നുണ്ട്. അന്ന് ആ ഒരു സമയത്ത് അതിന്റെ ഉള്ളില് വളരെയധികം തിളങ്ങുന്ന രീതിയിൽ എന്തോ ഒരു സാധനം അവനിങ്ങനെ ആ ഒരു മോണിറ്ററിൽ കാണാണ്.